ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കൊഴുക്കുമ്പോൾ അമേരിക്ക നോക്കുകുത്തിയായി നിൽക്കില്ല ഒരിക്കലും. കേരളത്തിന്റെ 1/3 മാത്രം വലിപ്പമുള്ള ഇസ്രായേലിനെ തകർക്കാൻ കൊല്ലങ്ങളായി ഇറങ്ങിത്തിരിക്കുന്നു അറബ് രാജ്യങ്ങൾ. ഇസ്രായേല് എന്ന രാഷ്ട്രം പിറവിയെടുത്ത ഉടനെ തന്നെ 6 അറബ് രാജ്യങ്ങൾ 6 ദിവസത്തെ യുദ്ധമാണ് ചെയ്തത്. അന്ന് അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളില്ലാത്ത, അച്ചടക്കമുള്ള ഒരു സൈനിക നേതൃത്വമോ മികവോ ഇല്ലാത്ത രാജ്യമായിട്ടുള്ള ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ 6 ദിവസം കൊണ്ട് മൂക്കുകൊണ്ട് വരപ്പിച്ചു ഒടുവിൽ പരാജയം സമ്മതിച്ച് അറബ് രാജ്യങ്ങൾ കണ്ടം വഴി ഓടിയ ചരിത്രമാണ് ഇസ്രായേലിന്റെ ചരിത്രം. അതുകൊണ്ട് യുദ്ധം എന്ന് കേട്ടാലോ, മിസൈൽ എന്ന് കേട്ടാലോ, റോക്കറ്റ് എന്ന് കേട്ടാലോ ഇസ്രായേലിന് ഭയമില്ല. ആണവായുധം എന്ന് കേട്ടപ്പോൾ പരിഭ്രാന്തിയോടുകൂടി ഇസ്രായേൽ അത് ചെയ്യരുത് എന്ന് പറയാൻ കാരണം, അത്യധികം അപകടകാരിയായിട്ടുള്ള ആണവായുധം ഇറാന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നീട് ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രമേ ഉണ്ടാകില്ല. ഒരൊറ്റ ആണവായുധം മതിയാകും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ മുഴുവനും തകർക്കാൻ. അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ പറഞ്ഞത് ആണവായുധം ഉണ്ടാക്കരുത് എന്ന്. ഇപ്പോൾ ഇസ്രായേലിനെ ശക്തമായ രൂപത്തിൽ ടെൽ അവീവിൽ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇറാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മൊസാദിന്റെ കേന്ദ്രങ്ങളെയൊക്കെ ഇറാൻ തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. നെതന്യാഹു എല്ലാ ദിവസവും എന്താണ് സംഭവിക്കുന്നത് എന്ന അപ്ഡേഷൻ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലെ ജനങ്ങൾക്കൊക്കെ സുരക്ഷിതത്വം ഏർപ്പാട് ചെയ്ത് ബങ്കറുകളിൽ അവരെ സുരക്ഷിതമായി പാർപ്പിച്ചിട്ട് സൈനികരോട് ഇറങ്ങി യുദ്ധം ചെയ്യാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഈ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളോട്, അമേരിക്ക പോലെയുള്ള, ഖത്തർ, ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങളോട് യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നു. കരാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കുകയാണെങ്കിൽ യുദ്ധത്തിന് അയവുണ്ടാകും. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൊമേനിയുടെ തല മണ്ണിൽ വീഴാതെ ഇറാനിൽ സമാധാനമുണ്ടാകില്ല. ഇറാൻ ജനത സമാധാനമായിരിക്കാതെ ഇസ്രായേലിലും സമാധാനമുണ്ടാകില്ല. അതുകൊണ്ട് കൊമേനിയുടെ തല ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ഇറങ്ങിയപ്പോൾ കട്ടക്ക് ഇസ്രായേലിന്റെ കൂടെ അമേരിക്കയും ഇറങ്ങി. വിറച്ചിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ്. കാരണം എന്തും സംഭവിക്കാം. ശക്തരായിട്ടുള്ള 2 രാജ്യങ്ങളാണ്. സൈനിക മികവ്, ആയുധ മികവ്, അത്യാധുനിക സംവിധാനങ്ങളുടെ മികവ്, അണവായുധം കയ്യിലുള്ള രാജ്യങ്ങൾ. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള, അതോ പകയാണെങ്കിൽ തീർത്താലും തീരാത്ത പക. ഒന്ന് ജിഹാദി പകയാണെങ്കിൽ 2 ജൂത പകയാണ്. ജിഹാദികളും ജൂതന്മാരും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ചോര കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ആളുകൾ വേറെയുണ്ട്. അവരെ നമുക്ക് തൽക്കാലം ആ വഴിക്ക് വിടാം. അങ്ങനെ വരുമ്പോൾ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ഇറങ്ങിത്തിരിക്കുവാണ്. കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലനിൽക്കണം. അവരുടെ തലച്ചോറാണ് ഇന്നത്തെ ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിനെ പിടിച്ചു നിർത്തുന്നത്. ലോകത്തുണ്ടായ സകലമാന നവോത്ഥാനങ്ങളിലും ഇസ്രായേലിന്റെ കയ്യൊപ്പുകളുണ്ട്. ജൂതന്മാരുണ്ടാക്കിയ ബട്ടൺസും സിബും ഇല്ലെങ്കിൽ പാൻറ്റും കയ്യിൽ പിടിച്ചു വള്ളിയും കെട്ടി നടക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമായിരുന്നു. ജൂതന്മാരെ വേണ്ട. ജൂതന്മാരുണ്ടാക്കിയ സകലമാന ടെക്നോളജികളും ഉളുപ്പില്ലാതെ ഉപയോഗിച്ച് എന്നിട്ടും ജൂതനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വൽ അദില ശിർക്ക് വൽ മുശ്രിക്കീൻ. അല്ലാഹുവേ, മുസ്ലിം അല്ലാത്ത ആളുകളെ, ഷിർക്ക് ചെയ്യുന്ന ആളുകളെ, ബഹുദൈവാരാധകരെ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ നീ മുച്ചൂടും നശിപ്പിക്കണേ, അവരെ നീ നിന്ദ്യന്മാരാക്കണേ, നീചന്മാരാക്കണേ എന്ന് എല്ലാ ദിവസവും പള്ളി മിമ്പറുകളിൽ നിന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. ഒരിക്കലും ഇസ്രായേലിനെ ഇറാൻ അടിക്കുമ്പോൾ അമേരിക്കയ്ക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. കാരണം ഇവര് ഇന്ന് ഇസ്രായേൽ ഇരകളായെങ്കിൽ അധികം താമസിയാതെ മറ്റെല്ലാ രാജ്യങ്ങളും അമേരിക്ക അടക്കം ഇരകളാകുമെന്ന് ഇവരുടെ സൈക്കോളജി ശരിക്കറിയുന്ന ട്രംപിനറിയാം. അതുകൊണ്ട് ട്രംപ് ഇറങ്ങിയിരിക്കുന്നു. നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റിന് തുടക്കമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമ്മളിത് ഇന്നലെ സംസാരിച്ചപ്പോൾ തന്നെ വിശേഷം പറഞ്ഞത് 2-3 ദിവസത്തിനകം ഇതിനൊരു അന്ത്യം ഉണ്ടായിരിക്കാം എന്നാണ്. പക്ഷേ അമേരിക്ക ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഇടപെടാനായിട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിമിറ്റ്സ് എന്ന് പറയുന്ന കാരിയറിൽ ആണവായുധം അവിടെ കൊണ്ട് വിന്യസിക്കാൻ പോവുകയാണ്, ഇറാനിലെ കൊണ്ട് വിന്യസിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്ക ഖമനേയിയെ ടാർഗറ്റ് ചെയ്യുന്നു. അവിടെയുള്ള സകല ആണവ നിലയങ്ങളെയും ടാർഗറ്റ് ചെയ്ത് സമ്പൂർണ്ണമായിട്ടുള്ള വിനാശത്തിനാണ് അമേരിക്ക ഒരുങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളും പല ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലുകൾ
എടുത്ത് നോക്കുമ്പോൾ ഇറാന്റെ തന്നെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഹാഷ്ടാഗ് എന്ന് പറയുന്നത് ഹിറോഷിമ നാഗസാക്കിയെ സംബന്ധിച്ച ഹാഷ്ടാഗ് ആണ്. അതായത് ഒരു അണുബോംബ് വീണാൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ അണുബോംബ് ആക്രമണം എന്ന് പറഞ്ഞാൽ ഹിറോഷിമ നാഗസാക്കിയിലായിരുന്നു, രണ്ടാം ലോക മഹായുദ്ധത്തിൽ. അപ്പൊ സമാനമായിട്ടുള്ള ഒരു ആക്രമണത്തിന് അമേരിക്ക മുതിരുന്നു എന്ന് കണ്ട് ഇപ്പോ ഇറാനിലുള്ള പല ആൾക്കാരും, ഈവൻ സിവിലിയൻസ് പോലും, അവർ ഇപ്പോൾ ഹിറോഷിമ നാഗസാക്കിയുടെ ഹാഷ്ടാഗ് ഇട്ട് വലിയ രീതിയിലുള്ള പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക ഫൈറ്റർ ജെറ്റുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഡിഗോ ഗാർഷിയ എന്ന് പറയുന്ന ഐലൻഡിൽ നേരത്തെ സ്റ്റെൽത്ത് ബോംബറുകൾ കൊണ്ട് വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സമാനമായ രീതിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു, അതേപോലെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഇപ്പോ ഖമനേയി എന്ന് പറയുന്ന വ്യക്തിയെ അമേരിക്ക കൊന്നുകളയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ട്രംപ് പറയുന്നത് വി നോ എക്സാക്ട്ലി വേർ ഇറാൻ സുപ്രീം. പക്ഷേ ഒന്നുകിൽ ട്രംപിന്റെ കൈകൾ കൊണ്ട്, അതല്ലെങ്കിൽ നെതന്യാഹുവിന്റെ കൈകൊണ്ട് മരണം കൊമേനിക്ക് ഉറപ്പാണ്. അതായത് ഖമനേയി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഖമനേയി അല്ല, അയാൾ ഈസി ടാർഗറ്റ് ആണ്. ഏത് നിമിഷം വേണമെങ്കിൽ അയാൾ നമുക്ക് തട്ടിക്കളയാൻ പറ്റും, അതൊരു വിഷയമില്ല എന്നാണ് പറയുന്നത്. വി നൗ ഹാവ് കംപ്ലീറ്റ് ആൻഡ് ടോട്ടൽ കൺട്രോൾ ഓവർ ഇറാനിയൻ സ്കൈസ്, അവർ പേഷ്യൻസ് ഈസ് വെയറിംഗ് തിൻ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ക്ഷമ ഇറാനിയൻ സ്കൈ, അതായത് ഇറാന്റെ ആകാശത്ത് സമ്പൂർണ്ണമായ ആധിപത്യം നിലവിൽ അമേരിക്ക നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് G20 നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ ഇട്ട പോസ്റ്റ് സ്റ്റേ ട്യൂൺഡ് എന്നാണ്. അതായത് വെടിനിർത്തൽ നിന്നല്ല ഞാൻ വന്നിരിക്കുന്നത്, ഇതൊരു വലിയ ഫൈറ്റിലേക്ക് തന്നെയാണ് ഞാൻ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇറാനും അമേരിക്കയും നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു ഫൈറ്റ് ആണ്. കാരണം അമേരിക്കയെ ഇറാൻ നാണം കെട്ടിയിരിക്കുന്നു, ആ കരാറിൽ നിന്ന് പിന്മാറി. ഇപ്പൊ ഇസ്രായേൽ പതിയെ ബാക്ക് ഔട്ട് അടിക്കുന്നു. ഇസ്രായേൽ ആയിരുന്നു അമേരിക്കയുടെ പ്രോക്സി ഇറാനെ അടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്കയും ഇറാൻ തമ്മിൽ ഒരു ഡയറക്റ്റ് ഫൈറ്റ് പോകുക. എന്താണ് അമേരിക്കയുടെ ഉദ്ദേശം? മറ്റൊരു ഹിറോഷിമ നാഗസാക്കി അത് എന്താ പറയുക, അതൊരു പുനരാവിഷ്കരിക്കാനാണോ അമേരിക്ക ശ്രമിക്കുന്നത്? ആവിഷ്കരിക്കാനാണോ അമേരിക്ക ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് അത്രത്തോളം ഭീകരമല്ലെങ്കിൽ പോലും അങ്ങനെ വേണം തന്നെ നമ്മൾ കരുതാനായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 24 hours നടന്ന വലിയ നീക്കം തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സിറ്റുവേഷൻ റൂമിൽ 1.5 മണിക്കൂറാണ് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയിരുന്നത്. അപ്പോ ഇതിൽ നിന്ന് ഉരുത്തിരിച്ച് വരിക, തൊട്ട് പിന്നാലെ ഡിഗോ ഗാർഷിയ, അവർക്ക് അവർ നേരത്തെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് എത്തിയുള്ളത്. അവിടെ തന്നെ അവർ നേരത്തെ സൈനിക താവളമൊക്കെ ഉള്ളതാണ്. അവിടെ അണുബോംബുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് മറ്റൊരു വാർത്ത. ഒപ്പം തന്നെ ഈ ടെഹ്റാനിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാൻ കഴിഞ്ഞ ദിവസം തന്നെ ശ്രീ ട്രംപ് പറയുകയുണ്ടായി. അതിനർത്ഥം ഈ വികരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യുന്നത് ടെഹ്റാനിലായിരിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ അടിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇറാന്റെ ഈ മർമ്മത്ത് അടിക്കാനുള്ള ആയുധമില്ല. അമേരിക്ക അത് ഇതുവരെ ഇറാന് അമേരിക്ക സാധാരണ എല്ലാ ആയുധങ്ങളും ഇസ്രായേലിന് നൽകുമ്പോൾ അമേരിക്ക ചില ആയുധങ്ങൾ ഇസ്രായേലിന് നൽകാത്തതുകൊണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ പക്കൽ എത്തിക്കഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യയിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ കൂടുതൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന ഒരു വലിയ ബോംബുണ്ട് അവിടെ. അതായത് ഈ ബോംബുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ കിങ് എന്ന് പറയുന്ന ഒരു ബോംബ് 20 അടി നീളവും 30,000 പൗണ്ട് തൂക്കവും ഒക്കെ ഉള്ള ഒരു വലിയ, അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇറാനിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിയും. ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം അത് ഈ ഇറാന്റെ ഉപരിതലത്തിൽ നടത്തുന്ന അറ്റാക്കുകളാണ്. ഉപരിതലത്തിൽ നടക്കുന്ന ഈ ആണവ പ്ലാന്റുകളിലും മറ്റുമൊക്കെ നടത്തുന്ന അറ്റാക്കുകളാണ്. അപ്പം ഇവർക്ക് ഇതിന്റെ മർമ്മപ്രധാന ഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല. കാരണം അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണവ നിലയം എന്ന് പറയുന്നത് ഇറാന്റെ ഒരു വിശുദ്ധ നഗരത്തിന് സമീപം ഉള്ള ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രമാണ്. ഈ ഫോർദോ ആണവ കേന്ദ്രം മലനിരകൾക്ക് അകത്ത് മല തുരന്ന് അതിനുള്ളിൽ ഏതാണ്ട് ഒരു 200 അടി താഴ്ചയിലാണ് ഇറാൻ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഈ ആണവായുധങ്ങൾ അവസാന ഘട്ടത്തിലാണ്, ഏത് നിമിഷവും വേണമെങ്കിൽ ഘടിപ്പിക്കാം. ഇത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇന്ന് പുലർച്ചയോടുകൂടി ഇറാൻ ഇസ്രായേലിൽ നിന്ന് ഫത്തേവൺ എന്ന് പറയുന്ന സൂപ്പർസോണിക് ആയിട്ടുള്ള അവിടെ മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ചിലപ്പം ഇനി വൈകിയാലുള്ള കുഴപ്പം ഈ ഫോർദോ ആണവ നിലയം, ഈ ആണവ നിലയത്തെ കുറിച്ച് ലോകത്തിന് 2009 വരെ അറിയില്ലായിരുന്നു. ഇറാൻ ഇത് സമ്മതിച്ചിട്ടുമില്ല. 2009 വരെ അവരതിൽ വളരെ രഹസ്യമായി തന്നെ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഏതാണ്ട് 83%, ഏതാണ്ട് 60% സമ്പുഷ്ട യുറേനിയം കഴിഞ്ഞാൽ പിന്നെ ഏത് നിമിഷവും വേണമെങ്കിലും ഈ ആണവായുധത്തിലേക്ക് പോകാം, ആണവായുധം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അവിടെയാണ് 83% സമ്പുഷ്ട യുറേനിയം ഉണ്ടായെന്ന് പറയുന്നത്. അതിനാൽ ഇവിടെ മെയിൻ കേന്ദ്രം, ഇല്ലെങ്കിൽ ഇറാന്റെ ഒരു അഭിമാനം എന്ന് പറയുന്നത് ഫോർദോ ഈ ആണവ കേന്ദ്രം തന്നെയാണ്. അത് തകർന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തകർന്നു. ഇറാൻ ഏതാണ്ട് തകർന്നുപോയി. അവർക്ക് പിന്നെ ഇനി പ്രതീക്ഷകളൊന്നും തന്നെയില്ല. ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവർ കീഴടങ്ങുക എന്ന് തന്നെയാകും പറയാൻ കഴിയുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലേക്കാണ് അമേരിക്ക ഇപ്പൊ ധൃതി പിടിച്ചിട്ട് ഈ ഒരു നീക്കം നടന്നത്. കാരണം എന്താ പറയുന്നത്, ഈ ഏതായാലും ഇറാനെ പോലെ ഒരു വലിയ രാജ്യം, ആ രാജ്യത്തെ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ എന്താണ് പറയുന്നത്, കടന്നൽ കൂട്ടിൽ നമ്മൾ കല്ലെറിഞ്ഞിരിക്കുന്നു. കല്ലെറിഞ്ഞാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, പിന്നെ നമ്മൾ കത്തിച്ച് കളയാന്നുള്ളത് മാത്രമേ. ഇല്ലായെന്നുണ്ടെങ്കിൽ കടന്നലുകൾ പലയിടത്തും പോയിട്ട് പല ആളുകളെ കുത്തേണ്ടി വരും. അപ്പൊ അതുണ്ടാകാൻ പാടില്ല, അത് നിർത്തണം. അത് മാത്രമല്ല, ഖമേനി ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഹീബ്രു ഭാഷയിലാണ് ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ അവസാനം എടുത്തു താൻ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്, കീഴടങ്ങുകയില്ല എന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഇറാൻ കീഴടങ്ങണം, ഖമേനി അവരുടെ ഒരു ടാർഗറ്റ് വരുന്നില്ല. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഖമേനിയെ കാത്തിരിക്കുന്ന സദാമിന്റെ രീതി എന്തായിരുന്നു? അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നില്ല, അദ്ദേഹത്തെ പിടികൂടി വിചാരണ ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് കൊല്ലുകയായിരുന്നു. അപ്പൊ അതാണ് ഇവരുടെ ലക്ഷ്യം. അല്ലാതെ ഖമേനിയെ കൊല്ലണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും അവരത് വധിക്കും എന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയാം. ഖമേനി ഒരു പ്രതീകം മാത്രമാണ്. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സായ ഈ ഫോർദോ ഇനി അത് വൈകാൻ പാടില്ല എന്നാണ്
ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒക്കെ കരുതുക. കാരണം ഇനി അത് വൈകിയാൽ ഉള്ള കുഴപ്പം, കാരണം അവരുടെ കയ്യിൽ ഈ ഇസ്രായേൽ പറയുന്ന പോലെ 83% സമ്പുഷ്ട യുറേനിയം ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആയുധവും ഉണ്ടാകാം, ആണവായുധം ഉണ്ടാകാം എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ അവരത് പ്രയോഗിക്കാൻ പഠിക്കില്ല. അതിനു മുമ്പ് അത് തകർക്കുക. ഒപ്പം തന്നെ ഇറാനിലെ പ്രധാനപ്പെട്ട ഏതാണ്ട് 13ഓളം ആണവ നിലയങ്ങൾ പല ഭാഗത്തായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 9 നിലയങ്ങൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരുന്നത്. അവിടെയും കൂടി തകർക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ ബോംബ് എത്തിച്ചിരിക്കുന്നത്. ഇസ്രായേൽ വളരെക്കാലമായി ആവശ്യപ്പെട്ട ബോംബാണ് എത്തിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തീർത്തും പശ്ചിമേഷ്യയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ഇറാനാണ്. ഒരൊറ്റ അറബ് കൺട്രീസും ഇറാന്റെ ഒപ്പം നിൽക്കുന്നില്ല. ഒരു അറബ് കൺട്രീസും ഇതിനെ എതിർക്കുകയോ അപലപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പേരിന് ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് അറബ് മീഡിയാസ് തന്നെ പുറത്തുവിടുന്നതാണ്. ഖത്തറും ഒമാനും ഒക്കെ ഇടപെടുന്നുണ്ട് എന്ന് പറയുന്നെങ്കിലും ഇനി അതിനൊന്നും ഒരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയും വൈകിയാൽ, കാരണം ഇറാൻ ചെറിയൊരു ചെറിയൊരു മീനല്ല. അപ്പൊ ഇനിയും വൈകിയാൽ അത് ഒരുപാട് ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ട്രംപിനും സംശയമൊന്നുമില്ല. കാരണം ഇനിയും ഇതിങ്ങനെ തട്ടിമുട്ടി പോവുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ നേടിയിരിക്കുന്ന മേൽക്കൈ അത് നീണ്ടുപോകും. ചിലപ്പം 1 വർഷം വരെയൊക്കെ നീണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു വാറായി മാറും. ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ അതിന് കണക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 വീക്സ് ആണ്. 2 ആഴ്ചക്കുള്ളിൽ ഇത് തീരും എന്നാണ് അവരുടെ കണക്കൂട്ടൽ. നമ്മൾ കണ്ടതാണ്. ഹമാസിനെ അവർ പൂർണ്ണമായി തീർക്കാനായി ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, 7 മാസം വേണ്ടി വരും പറഞ്ഞത്. ആദ്യം തന്നെ പോകുന്നെങ്കിലേ ഉള്ളൂ. എത്ര വർഷമായി അവരെ തീർക്കാനെടുത്തത്? ഏതാണ്ട് 2 വർഷത്തിന് മുകളിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവർ ഇത് 2 ആഴ്ച എന്ന് പറയുമ്പോൾ കുറഞ്ഞൊരു 3-4 മാസത്തേക്കെങ്കിലും ഇത് നീണ്ടു നിൽക്കും. പക്ഷേ അതിന് മുൻപ് തന്നെ അത്രയും നീണ്ടു നിൽക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഒപ്പം തന്നെ ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല, ആ മേഖലയിൽ ആകെ ഒരു വ്യാപാര മേഖലയിൽ അതൊരു സ്തംഭനത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവും. നമ്മൾ കണ്ടതാണ് ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് നമ്മുടെ എണ്ണ ഇടപാടുകൾ അടക്കം സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. ഏതാണ്ട് യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ കടന്തൽക്കൂട്ടിൽ ഇസ്രായേൽ കല്ലെറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും ഈ കടന്തലുകളെ മുഴുവനും ചുട്ടുകൊല്ലുക എന്നത് അമേരിക്കയുടെ ദൗത്യമാണ്. അപ്പോ അമേരിക്കയുടെ കയ്യിലുള്ള ആ ഒരു സൂപ്പർസോണിക് ബോംബുണ്ടല്ലോ, ഭൂഗർഭ അറകളെ പോലും കിലോമീറ്ററുകളോളം തുരന്ന് ചെന്ന് ഇവരുടെ ആണവ കേന്ദ്രങ്ങളെ മുഴുവനും ചാരമാക്കാൻ ശേഷിയുള്ള, ഒരു പക്ഷെ അത് ഇസ്രായേലിന് കൊടുക്കാത്തത് അത് അമേരിക്ക തന്നെ പ്രയോഗിച്ച് ഇറാനെ തകർക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ അറബ് രാജ്യങ്ങളും കൈവിട്ട ഇറാന് യുദ്ധം നിർത്താനും പറ്റില്ല. അത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നാണക്കേടായി മാറും. ഇനിയിപ്പോൾ കരാറുമായിട്ട് മുമ്പോട്ട് പോകുമോ, അതോ അവസാനം തോൽക്കും എന്ന് കണ്ടാൽ, നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് കണ്ടാൽ, മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ആകെ നാണം കെട്ട് നിൽക്കുന്നു എന്ന് കണ്ടാൽ ഏത് രൂപത്തിലുള്ള നിറികെട്ട കളിക്കും കൊമേനി തയ്യാറാകുമോ എന്നതും കണ്ടു തന്നെ അറിയണം. ഇസ്രായേൽ ഇപ്പോഴും സമരവീരന്മാരാണ്, പോരാട്ട വീര്യം ചൂർന്നു പോകാത്ത ടീംസാണ്. ഇപ്പോഴും ആ യുദ്ധക്കളത്തിൽ തന്നെ ഉറച്ചു നിന്ന് പൊരുതുകയാണ്. നെതന്യാഹു ഒരു ബങ്കറുകളിലേക്കും ഒളിച്ചിട്ടില്ല. കൊമേനിയും ടീമും ബങ്കറുകൾക്കകത്താണ്. ആ ബങ്കറുകൾ എവിടെയാണെന്നും കൊമേനി ഇപ്പോൾ എന്ത് ചെയ്യുവാണെന്നും വരെ കൃത്യമായിട്ട് ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു, നിങ്ങളെ കൊന്നിട്ട് വലിയ നേട്ടമൊന്നുമില്ല എന്ന് ട്രംപും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇനിയും കൊമേനിയെ കൊല്ലണമെങ്കിൽ അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലില്ല. സദ്ദാം ഹുസൈനെ പോലെ കൊല ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. നന്ദി.